നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായിട്ടുള്ള മാത്തമാറ്റീഷ്യൻ, ലോയർ, സൈക്കോതെറാപ്പിസ്റ്റ്, അങ്ങനെ അനേകം മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാർ ജിയാണ്. ഒപ്പം അദ്ദേഹം ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ്. ബ്രഹ്മശ്രീ അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെയും ലോകപ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യനായിട്ടുള്ള ഒരു മഹത് വ്യക്തി കൂടിയാണ് ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി പി എസ് ജി. സ്വാഗതം ഡോക്ടർ ടി പി എസ് ജി. നമസ്കാരം ലക്ഷ്മിജി. ടി പി എസ് ജി, നമ്മള് കഴിഞ്ഞ തവണ ഭഗവത്ഗീതയുടെ സാഖ്യയോഗം 38ാമത്തെ ശ്ലോകത്തിലാണ് നിർത്തിയത്. അങ്ങയുടെ ഒരു ആമുഖത്തോട് കൂടിയിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു ജിസ്റ്റാണ് ഭഗവത്ഗീതയുടെ ക്രക്സ്, ജിസ്റ്റ്, സിനോപ്സിസ്, അബ്സ്ട്രാക്റ്റ്, ബ്രീഫ് എന്നൊക്കെ പറയാവുന്ന ഒരു അധ്യായമാണ് രണ്ടാമത്തെ അധ്യായം. പൂർണ്ണമായിട്ടും ഒരു ലോജിക്കൽ, അനലിറ്റിക്കൽ വ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. എവിടെ, എന്തിന്, ആർക്ക് എന്നൊക്കെ ചോദിക്കുന്നത്. ഇതിൽ വ്യത്യസ്ത തരത്തിൽ ഇതിനെ കാണാൻ പറ്റും. ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ശ്ലോകങ്ങളും അതിലൊക്കെ ഉള്ളത് സാധനകൾ, 3 തരത്തിലുള്ള സാധനകളാണ്. ഈ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നീ അവസ്ഥകളിലൂടെ നമുക്ക് ഭഗവത്ഗീതയെ ഉള്ളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇനി വരാൻ പോകുന്ന ഭാഗത്ത് കൃത്യമായിട്ട് കാണുന്നത് അടുത്ത അധ്യായം, കർമ്മത്തിന്റെ പ്രാധാന്യം, അത് എങ്ങനെയാണ് കർമ്മത്തിലേക്ക് നമ്മൾ എത്തിച്ചേർക്കുക, എന്താണ് പ്രജ്ഞ, എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്പിരേഷൻ, ഒരു സ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മളെ പ്രചോദനം നൽകേണ്ടത്, എങ്ങനെയാണ് ആ പ്രചോദനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക, അതിനുവേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് എന്നുവെച്ചാൽ വർക്കിന് നമ്മളെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള, ഫോക്കസ്ഡ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധയോടുകൂടി ബുദ്ധി നല്ലപോലെ ഉപയോഗിച്ച്, ബുദ്ധിയെ നല്ലപോലെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ബുദ്ധി, ലോവർ ബുദ്ധി അല്ല, കുറച്ചും കൂടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് മനുഷ്യ ഗുണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. പിന്നെ അത് കഴിയുമ്പോൾ ഈ 3 ഗുണങ്ങളെക്കുറിച്ചും അവയിലുണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ വരും. ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് അടുത്ത് വരാൻ പോകുന്ന കുറേ അധ്യായങ്ങളുടെയൊക്കെ കർമ്മയോഗം മുതൽ ഗുണത്രയ വിഭാഗ യോഗം വരെയുള്ളതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇനി വരുന്ന കുറേ ശ്ലോകങ്ങൾ വരിക. അപ്പൊ നമുക്ക് ശ്ലോകം ഏതാണ് ഇപ്പം എടുക്കാനുള്ളത്? 30ആണ്. 39ാമത്തെ ശ്ലോകം സാഖ്യയോഗത്തിലെ. ചൊല്ലോ. ഭഗവത്ഗീതയിലെ 2ാം അധ്യായം സാഖ്യയോഗത്തിലെ 39ാം ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ ത്വിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഇതാണ് ഞാൻ പറഞ്ഞത്. 38 വരെയൊക്കെ പറഞ്ഞതുപോലെയല്ല, 39 മുതൽ കർമ്മയോഗമാണ്. അപ്പൊ നമ്മൾ ഭഗവത്ഗീതയെ പഠിക്കുമ്പോൾ വരാൻ പോകുന്ന എല്ലാ അധ്യായങ്ങളുമായിട്ട് 2ാമത്തെ അധ്യായം എവിടെയാണ് തൊട്ടു തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കിയാൽ ഈ ശ്ലോകം പഠിക്കുന്ന സമയത്ത് 4ാമത്തെ അധ്യായവും 5ാമത്തെ അധ്യായവും ഒക്കെ എവിടെ മുതൽ തുടങ്ങണം. ഇപ്പം 3ാമത്തെ അധ്യായം കർമ്മയോഗത്തിലേക്കുള്ള ഒരു കുളത്തിട്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ. അതിൽ 39ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് ഭഗവാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് കർമ്മബന്ധം, എപ്പോഴാണ് ഒരു മനുഷ്യൻ കർമ്മത്തിലേക്ക് ചാടേണ്ടത്, കർമ്മത്തെക്കുറിച്ച് എന്തൊക്കെയാണ് കേൾക്കാനുള്ളത്, അതിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ്. ആ കർമ്മബന്ധം ഒരു മനുഷ്യനും ഒഴിവാക്കാൻ സാധിക്കില്ല. കർമ്മബന്ധം പ്രഹാസ്യസി, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല, അത് കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു സംഭവമാണ് എന്ന്, ഉപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എപ്പോഴാണ് ഉപേക്ഷിക്കാൻ പറ്റുക, എന്താണ് ഇതിൻ്റെ, ഏത് സിറ്റുവേഷനിലാണ്, ഏത് സന്ദർഭത്തിലാണ്
ഇത് വേണമെന്ന് വെക്കേണ്ടത് ഏത് വേണ്ടാന്ന് വെക്കേണ്ടത് എപ്പോഴാണ്. നിനക്ക് ഞാൻ ഉപദേശിക്കാൻ പോവുകയാണ്. ഭർത്ത, ഇവിടെ ഭർത്ത എന്നാണ് വിളിക്കുന്നത്. ഒരു ബന്ധത്തിന്റെ 3-ാമത്തെ ശ്ലോകത്തിൽ അവസാനിക്കുന്നത് പാർത്ഥ എന്നുള്ള വാക്കാണ്. പാർത്ഥ എന്ത് ചെയ്യണം? തേ അഭിഹിത, നിനക്ക് ഉപദേശിക്കപ്പെട്ടിട്ടുള്ള ഏഷാ സംഖ്യാബുദ്ധിം, ഇത്രയും സമയം പറഞ്ഞിട്ടുള്ള ജ്ഞാനയോഗത്തില്, സംഖ്യായോഗം എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനത്തിന്റെ അംശം നല്ല പോലെയുള്ളൊരു അധ്യായമാണ്. ആ ബുദ്ധി, ജ്ഞാനബുദ്ധി, കർമ്മം ചെയ്യുന്നതിന് മുമ്പ് എന്തിനാണ് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, അത് കൃത്യമായിട്ട് അറിഞ്ഞാലേ കൈ ഉപയോഗിക്കാവൂ. എച്ച് ഹെഡ് ഉപയോഗിക്കണം, എച്ച് ഹാർട്ട് ഉപയോഗിക്കണം, എങ്കിലേ കൈ ഉപയോഗിക്കാവൂ. ഹാൻഡ് ഉപയോഗിക്കുന്നതിന് മുമ്പ് രണ്ടും ഉപയോഗിക്കണം. അതാണ് ജ്ഞാനവും ഭക്തിയും പാഷനും. ആഗ്രഹങ്ങളോടുകൂടി ചെയ്യണം. അത് ഏഷാ സംഖ്യേ ബുദ്ധി, സാഖ്യയോഗത്തിൽ ഇതിനുള്ള ബുദ്ധി, ഹെഡ് എന്ന് പറയുന്ന ബുദ്ധി ഞാൻ പറഞ്ഞു തന്നു. യോഗേതു ഇമാം ശൃണു, ഇത് യോഗ വിഷയത്തിൽ, യോഗം എന്ന് പറഞ്ഞാൽ ഭഗവാനുമായിട്ട് യോജിച്ച് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി പാഷനോട് കൂടി, താല്പര്യത്തോടു കൂടി ബാക്കിയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ആ ജ്ഞാനം, ആ തരത്തിലേക്ക് ജ്ഞാനത്തെ നമ്മൾ മാറ്റി, അത് ആണ് ഇനി പറയാൻ പോകുന്നത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ ആണ്. യയാ ബുദ്ധ്യായുക്ത, ഈ ജ്ഞാനം ഏതൊരു വ്യക്തിയാണോ ഈ ജ്ഞാനത്തോടു കൂടി ഈ കർമ്മം ചെയ്യാൻ പോകുന്നത്, ആ കർമ്മം ചെയ്യുന്ന സമയത്ത് കർമ്മത്തിന്റെ, ഈ അർജുനന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഇയാളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയാണല്ലോ. ഈ ജ്ഞാനവും ഈ മമതയും ഈ ഒരു സമർപ്പണ ബോധത്തോടു കൂടി ഭഗവാന് വേണ്ടി യോഗബുദ്ധിയ, ആ ബുദ്ധി എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല, സെൽഫിഷ് ആയിട്ടല്ല ചെയ്യുന്നത്. യോഗേതു ഇമാം ശൃണു, ഏത് വിഷയത്തിൽ യോഗത്തോടു കൂടി ബാക്കിയുള്ള ജനങ്ങൾക്ക് വേണ്ടി, ബാക്കിയുള്ള യോഗങ്ങൾക്ക് വേണ്ടി, ചുറ്റുമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സാധാരണഗതിയിൽ സെൽഫിഷ് ആയിട്ട് അവനവന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ഏത് കർമ്മങ്ങളാണോ ആ കർമ്മങ്ങൾക്കൊക്കെ കർമ്മബന്ധം പ്രഹാസ്യസി, കർമ്മബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കർമ്മം ചെയ്തതുകൊണ്ട്, കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കൊല്ലുക എന്നുള്ള ഒരു അർത്ഥം. അങ്ങനെ ചെയ്തു വന്നാൽ വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ആവലാതിയും വേവലാതിയും ഒന്നും വേണ്ട. കാരണം അതൊന്നും ഇയാളെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് ഭഗവാൻ പറയാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും അതിന്റെ അവശിഷ്ടം നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കും. പക്ഷെ അതേ സമയത്ത് ബാക്കി ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലും പാപം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാൻ ഏറ്റെടുത്തോളും. കാരണം അത് ബുദ്ധ്യായുക്ത യയാ പാർത്ഥ എന്നാണ്, ഓർമ്മിപ്പിക്കുകയാണ്. ബുദ്ധ്യായുക്ത, എന്ത് ബുദ്ധിയാണ് അത്? കർമ്മബന്ധം പ്രഹാസിച്ച്, ആ ബന്ധം ഉണ്ടാവില്ല. എപ്പോ? ബുദ്ധിർ യോഗേ ത്വിമാം ശൃണു, ബുദ്ധിർ യോഗേ, ഏത് യോഗത്തിൽ സംഖ്യാബുദ്ധിർ ഉപയോഗിച്ചിട്ട്, അതിന്റെ ലോജിക്ക് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പാണ്. ആ ഒബ്ജക്റ്റീവ് എന്താണ്, സ്കോപ്പ് എന്താണ്, ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു, ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇത്രയും സമയം ഞാൻ പറഞ്ഞു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നിനക്ക് രക്ഷപ്പെട്ടു പോവാം എന്നുള്ളതാണ് പറയുന്നത്. ഇതേ ശ്ലോകം തന്നെയാണ് 18-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകമായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ശ്ലോകങ്ങളും എടുക്കേണ്ടി വരും. പക്ഷെ ഇത് നല്ലൊരു ശ്ലോകമാണ്. 18-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകത്തിലും ഇതേ ന്യായം തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമിശ്രേണേത ശേഷേണ യഥേശ്ചതി തഥാ കുരു. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു തന്നു, ഇനി നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ, ഞാൻ പറയാനുള്ളത് ഇതാണ് പറഞ്ഞത്, നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്നിട്ടും നീ പറഞ്ഞാൽ കേൾക്കണില്ലേ, പിന്നെ നിന്റെ ഇഷ്ടം എന്ന് പറയാറില്ലേ? അതുപോലെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഇനി യഥേശ്ചതി തഥാ ഗുരു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ ഇഷ്ടം പോലെ താൻ ചെയ്തോളൂ, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി എന്ത് പ്രശ്നം വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് ഇവിടെയും പറയുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ 63-ാമത്തെ ശ്ലോകത്തിലേക്ക് ഇതിനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമിശ്രേ, നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ചിട്ട് സ്വയം വിമർശിക്കണം. തദേശേഷേണ, എന്നിട്ട് ബാക്കി വരുന്ന അവശിഷ്ടം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞേ, അത് വെയ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഓ, ഇതാണ് ഞാൻ ചെയ്താലുള്ള ഗുണവും ദോഷവും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് യഥേശ്ചതി തഥാ കുരു, ഇഷ്ടം പോലെ ചെയ്തോളൂ. ഏറ്റവും നല്ലൊരു ശ്ലോകം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരാളെയും ഭാരതീയ ശാസ്ത്രം, സനാതന ധർമ്മം
നമ്മുടെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരാളോടും ഇന്നത് ചെയ്യണം എന്ന് നിഷ്കർഷിക്കാറില്ല. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ പറയുന്നത് എന്താണോ അത് കേട്ടിട്ട് നിങ്ങൾ ചെയ്തോളൂ എന്നാണ്. അതേ വാക്കാണ് ഇവിടെ. കർമ്മബന്ധം പ്രഹാസിസി. ഞാൻ അറിയാം ഇതൊന്നും നിന്നെ ബാധിക്കില്ല എന്നുള്ളത്, പക്ഷെ എന്താണ് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പൊ ഇതും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ശ്ലോകം എന്നുള്ളതിൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ശ്ലോകവും നമ്മൾ അടുത്ത അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ കണക്ട് ചെയ്യുന്ന ശ്ലോകങ്ങൾ നമുക്ക് ഇവിടെ കിട്ടാൻ സാധിക്കും. ഇത് തന്നെയാണ് 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൽ ഈ ഭഗവാൻ ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്താമയാനക ജ്ഞാന സംഖ്യാന യോഗാന കർമ്മയോഗിന. കർമ്മയോഗവും ചെയ്യാം, സാഖ്യായോഗവും ചെയ്യാം. അത് ഓരോ തരത്തിലും കണക്കുകൂട്ടി നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ കർമ്മം ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. 4-ാമത്തെ ശ്ലോകം അതാണ്. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ സ്മൃതി നജ സന്യസനാദേവ സിദ്ധിം സമതി ഗച്ഛതി എന്ന് പറയുന്ന ശ്ലോകം. ഇതൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ 3rd ചാപ്റ്ററിൽ ഭഗവാൻ തുടങ്ങുന്ന 3-ാമത്തെ ശ്ലോകവും 4-ാമത്തെ ശ്ലോകത്തിലേക്കും ഈ ഒരു ശ്ലോകമാണ് കണക്ഷൻ. അത് ലാസ്റ്റ് എത്തും, കാരണം കർമ്മത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ഈ ശ്ലോകമാണ് കർമ്മയോഗത്തിലേക്ക് കണക്ട് ചെയ്യുന്നതും കർമ്മയോഗത്തിന്റെ അവസാനം ചെയ്യേണ്ടത് ചെയ്തോളൂ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഇവിടെയാണ് ഇനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് ഭഗവാൻ നമ്മളെ പൊക്കി കൊണ്ടുപോകുന്നത് 40-ാമത്തെ ശ്ലോകം മുതൽ. അപ്പൊ അതിന്റെ ഒരു ഇൻട്രോ പോലെയാണ് 39-ാമത്തെ ശ്ലോകം. ടിപ്പിസി ഒരു സംശയം ചോദിച്ചോട്ടെ. ഇവിടെ നമ്മൾ ഈ 39-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ കർമ്മബന്ധങ്ങളില്ലാതെ സ്വന്തം ജ്ഞാനനിഷ്ഠയോട് കൂടിയിട്ട് ആ ഒരു കർമ്മബോധം മാത്രമേ പാടുള്ളൂ, ബന്ധം പാടില്ല എന്ന് പറയുമ്പോൾ വ്യക്തിധർമ്മത്തിനപ്പുറം സമാജധർമ്മത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അവിടെ ഭഗവാന്റെ ഒരു സാന്നിധ്യം നമ്മുടെ കർമ്മങ്ങളിലുണ്ട് എന്ന് പറയാൻ സാധിക്കുമോ? അത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്തും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴത് കുറ്റവും. ഇപ്പൊ ഒരു പോലീസ് ഒരാളെ അടിക്കുന്നത് തെറ്റാണ്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു റൈറ്റ്, ഇപ്പൊ CRPF എന്ന് പറയുന്നത് അവരെ എല്ലായിടത്തും കൊണ്ടുവന്ന് അടുപ്പിക്കാൻ മാത്രമാണ്. വടിയും കൊടുത്തിട്ട് ഇവരെ അടിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഒന്നും കണ്ണും ചിമ്മി അടിക്കണം. അവരെ അതിനായിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുള്ളവരാണ്. ഇപ്പൊ പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് ബോർഡറിൽ വരുന്ന ആരെയും കാച്ചിക്കോളാണ്. ഇപ്പുറത്ത് കടന്ന ആരാന്ന് നോക്കേണ്ട ഓർഡർ കാച്ചിക്കൊള്ളാൻ പറയും. അതേ വ്യക്തിക്ക് അവിടെ ചെയ്യുമ്പോൾ അത് സാങ്ക്ടിഫൈഡ്. കാരണം അവിടെ ചെയ്യുന്ന സമയത്ത് എവിടെ, എന്ത്, ആര്, എങ്ങനെ, എപ്പോൾ, ആരുടെ മുന്നിൽ, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. അപ്പൊ സെൽഫിഷ് ആയിട്ടുള്ള അതിനൊന്നും ഭഗവാന് മാർഗമില്ല. കാരണം അവനവന്റെ സെൽഫിഷ്, ഞാൻ പറഞ്ഞല്ലോ, ഇഷ്ടകർമ്മവും പൂർത്തകർമ്മവും തമ്മിലുള്ള വ്യത്യാസം പറയുന്ന പോലെയാണ്. എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് സെൽഫിഷാണ്. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന സമയത്ത് അത് മാധവസേവയാണ്. എനിക്ക് വേണ്ടി ഞാൻ ഒരാളെ പ്രേമിക്കുന്ന സമയത്ത് അത് പ്രേമമാണ്. ഞാൻ ബാക്കിയുള്ളവരെ പ്രേമിക്കുകയാണ്, ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരു കർമ്മങ്ങൾ ചെയ്ത് അവരെ സേവിക്കുകയാണെങ്കിൽ അത് സേവയാണ്. ആ സേവ ചെയ്യുന്ന സമയത്ത് ഭഗവാനിലോടാണ് എനിക്ക് പ്രേമം. ആ ഭഗവാനെ പ്രേമിക്കുന്ന സമയത്താണ് ബാക്കിയുള്ളവരെ. അതുകൊണ്ടാണ് മാനവസേവ മാധവസേവ എന്ന് പറയുന്നത്. മാധവസേവ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? ഭഗവാനോട് എനിക്കുള്ള പ്രേമം എന്നാണ് അർത്ഥം. അതാണ് ഭക്തി. അപ്പൊ ഞാൻ ഏതൊരാൾക്ക് വേണ്ടി എന്ത് കൊടുക്കുന്നതും ഭക്തിയാണ്. അവനവൻ ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ സേവ എന്ന് പറയാറില്ല. ബാക്കിയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അന്നദാനം എന്ന് പറയുന്നു. എന്തുകൊണ്ടാ പറയുന്നത്? അന്നദാനം പരം ദാനം, ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. അല്ല, അതിനപ്പുറത്തൊരു ദാനം കൂടി ഉണ്ട്. ആദ്യത്തെ ലൈൻ അന്നദാനം പരംദാനം. വിദ്യാദാനം അതത്പരം അന്യേന ക്ഷണികാതൃപ്തി യാവത് ജീവം ച വിദ്യയാണ്. അപ്പൊ താൽക്കാലികമായിട്ട് സുഖം കൊടുക്കാൻ അന്നദാനം കൊടുത്താൽ മതി. പക്ഷെ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട് അന്നദാനം പരംദാനം. ഞാൻ പറയാറുണ്ട്, ഒന്നുകിൽ അത് പെയിന്റ് അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ അതിന് താഴത്ത് ഒരു ലൈനും കൂടി എഴുതി വെക്കുക. കാരണം എല്ലാ ക്ഷേത്രങ്ങളും അന്നദാനം മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. പണ്ട് ക്ഷേത്രങ്ങളുടെ സങ്കല്പത്തിൽ അതല്ല. അന്നദാനം പരംദാനം വിദ്യാദാനം അതത്പരം അന്യേന ക്ഷണികാതൃപ്തി. താൽക്കാലികമായിട്ട് എനിക്ക് ഒരു ശമനം കിട്ടുന്നേ ഉള്ളൂ. യാവത് ജീവം ച വിദ്യയാ, മരിക്കുന്നത് വരെ ഓർത്തുകൊണ്ടിരിക്കും. ഇപ്പൊ ദഹിച്ചില്ലെങ്കിലും കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ ദഹിക്കും. ചിലപ്പോ ഇപ്പൊ ദഹിച്ചില്ല എന്ന് വരും, കുഴപ്പമില്ല. പക്ഷെ കഴിക്കുന്ന ഭക്ഷണം ഇപ്പൊ ദഹിച്ചില്ലെങ്കിലും പ്രശ്നമായി, അധികം ദഹിച്ചാലും പ്രശ്നമായി. അങ്ങനെ അധികം ദഹിച്ചാലും കുറച്ച് ദഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ വിദ്യാധനം. അത് നല്ലപോലെ അടിച്ചങ്ങോട്ട് കയറ്റുക. എന്നിട്ട് പിന്നെ അയവിറക്കി കൊണ്ടിരുന്നാൽ മതി, പശുക്കൾ അയവിറക്കുന്ന പോലെ. എന്നിട്ട് അത് പിന്നെയും ഓർത്തോർത്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ കർമ്മങ്ങളില് നമ്മൾ എന്ത് കർമ്മമാണോ ചെയ്യുന്നത്
അതിന്റെ ബെനിഫിറ്റ് ഷോർട്ടാണോ, താൽക്കാലികമാണോ, ഹയർ ആണോ, ഹയസ്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് അത് ജനത്തിന് ഗുണമുള്ളതാണോ. താൽക്കാലികമായിട്ട് ഒരാളെ സുഖിപ്പിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരും, അതല്ല ആവശ്യം. കുറേ സമയത്തേക്ക് അവർക്ക് സുഖിപ്പിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയാറ് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളും ഭക്ഷണം ഉണ്ടാക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയാണ് നല്ലതാണ്. അത് ഏത് ഫിലോസഫിയിലും ഇതേപോലെയാണ് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ കർമ്മം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ഭഗവാന്റെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, പതുക്കെ പറയാന്ന് വിചാരിച്ചിട്ടാണ്. തുടങ്ങുമ്പോൾ പറഞ്ഞത് ശ്രവണം, മനനം, നിധിധ്യാസനം എന്ന് പറയുന്ന ആ ഗുണത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് കർമ്മം ചെയ്യുന്നത് എന്ന് പറയുന്നതിന് അർത്ഥം. അത് ചിലർക്ക് ദഹിക്കില്ല. ഇപ്പൊ നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾ പഠിച്ചത് നമ്മൾ പറയുമ്പോൾ ചിലർ വിചാരിക്കും ഇയാൾ എന്തിനാ ഇയാളുടെ കഥയൊക്കെ പറയണത്. നമ്മുടെ കഥ പറയുന്നത് ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ തുടങ്ങിയിട്ട് ബ്ലാങ്ക് ആയിട്ട് തുടങ്ങുകയാണ്, അത് എല്ലാവർക്കും സാധിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. അല്ലെ ഞാൻ പറഞ്ഞത്, നല്ല പ്രായമുള്ളൊരു ആൾ എന്നോട് ചോദിച്ചു, ഇപ്പൊ 68 വയസ്സായി, ഇനിയൊക്കെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച സമയത്ത് 7 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷത്തിന്. അപ്പോഴാണ് ഭഗവാനെ കുറിച്ചുള്ള കഥ കേട്ടത്. അപ്പൊ എപ്പോ വേണമെങ്കിലും കേൾക്കാം, അവസാന നിമിഷം കേൾക്കുന്നതിന് എന്താ കുഴപ്പം? പക്ഷെ അതിന് മനസ്സ് വേണം. അത് എന്തിനു വേണം? വെറും കണ്ണും ചിമ്മി 1000 പ്രാവശ്യം ചൊല്ലിയിട്ട് കാര്യമില്ല. കണ്ണു തുറന്ന് ഒരു പ്രാവശ്യം ചൊല്ലിയാലും മതി. അർത്ഥം മനസ്സിലാക്കി കൊണ്ടുവേണം. അതിന്റെ അർത്ഥം, അതിന്റെ വ്യാപ്തി ഒക്കെ മനസ്സിലാക്കി എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്, ആ ഒറ്റ വാക്കാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറ്. അപ്പൊ ഞാനൊരു കർമ്മം ചെയ്യുന്നു, ആ കർമ്മം ചെയ്യുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുകയാണ് ഒരാൾക്ക്, അതിന്റെ ന്യായം എന്താണ്, എന്തിനാ കൊടുക്കുന്നത്, എന്തർത്ഥത്തിലാ കൊടുക്കുന്നത്, എവിടുന്നാണ് എനിക്കിത് വരുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ വരുമ്പോൾ കുറെ ലോജിക്കലാവും. അത് ഭക്തിയോടുകൂടി ഞാൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹാർട്ടും കൂടി അതിനകത്ത് പെടും, പാഷനും കൂടി വരും. നല്ലൊരു ചോദ്യമാണ്, അതാണ് വേണ്ടത്. ആ ഒരു ചിന്തയോടുകൂടി ചെയ്യുമ്പോഴാണ് ഭഗവന്റെ സേവയായിട്ട് മാറുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ ഭഗവത് സേവയാണ്. വളരെ വ്യക്തമാക്കി തന്നു. ഈ ഒരു ശ്ലോകം ഒന്നും കൂടി നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വിപുലമായിട്ട് പറയാം. അതല്ല, അന്നദാനത്തെ കുറിച്ചിട്ടുള്ളത്. കാരണം അത് ക്ഷേത്രങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു വരികൾ അവിടെ ഇല്ലാത്തതെന്നുള്ള വലിയൊരു ഉത്തരമാണ് അങ്ങ് നൽകിയിരിക്കുന്നത്. കാരണം അന്നദാനം മാത്രം, അതെ, അന്നദാനം മാത്രമായി പരംദാനം, ഏറ്റവും വലിയ ദാനം അന്നദാനമാണ്. പക്ഷെ അതിന്റെ അടുത്ത ലൈനും കൂടി വേണം, വിദ്യാദാനം അതത്പരം, അതിലും മുകളിലാണ് വിദ്യാദാനം. അന്യേന ക്ഷണികാ തൃപ്തി. ഭക്ഷണം കഴിച്ചാൽ 6 മണിക്കൂർ അല്ലാണ്ട് അതിന് യാതൊരു, നമ്മൾ ഈ പഠിക്കുന്നതിന് 6 മണിക്കൂർ അല്ലല്ലോ, 100 ജന്മത്തോളം ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ 6 മണിക്കൂർ കഴിയുമ്പോൾ ആദ്യം തന്നാളെ മറന്നുപോകും. നിങ്ങൾ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് ആരാ ഭക്ഷണം വിളമ്പിയെന്ന് ചോദിച്ചപ്പോൾ ഓർമ്മ ഉണ്ടാവും? ഉണ്ടാവില്ല. പക്ഷെ ഏതെങ്കിലും പ്രഭാഷണത്തിൽ ആരാ പ്രഭാഷണം നടത്തിയെന്ന് പറഞ്ഞാലോ, ആരാണ് ഈ ശ്ലോകം പഠിപ്പിച്ചത്? ഇപ്പൊ അന്നദാനം പരംദാനം വിദ്യാദാനം അതത്പരം അന്യേന ക്ഷണികാ തൃപ്തി യാവത് ജീവഞ്ച വിദ്യ, ആരാ പഠിപ്പിച്ചു ചോദിച്ചാൽ ഓർക്കുമല്ലോ, ജീവിതാന്തം ഓർക്കും, മരിക്കുന്നത് വരെ ഓർക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ നിലനിൽക്കുന്നത് വിദ്യാദാനമാണ്. യാവത് ജീവഞ്ച വിദ്യയാ, അത് അയവിറക്കിക്കൊണ്ടേയിരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് പഠിക്കുന്നതാണ് കുറെ കാലത്തേക്ക് നമ്മളെ നിലനിർത്തുന്നത് എന്നർത്ഥം. അത് മനുഷ്യന് മാത്രമേ കഴിവുള്ളൂ, ബാക്കി ഒരു ജീവിക്കും ആ കഴിവില്ല. ബാക്കി എല്ലാ ജീവികൾക്കും ഉള്ളത് പഠിക്കാനും പഠിപ്പിക്കാനും. ആരെങ്കിലും ഇങ്ങനെ, ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, 100 കുട്ടികൾ മുമ്പിൽ ഇരുന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയും, ഒരു പശുവും 100 പശുക്കളെ എടുത്തിട്ട് ക്ലാസ് എടുക്കാറില്ല, 100 പട്ടികളെ എടുത്തിട്ട് ഒരു പട്ടിയും ക്ലാസ് എടുക്കാറില്ല. അങ്ങനെ ആരെങ്കിലും ശ്രദ്ധയോടുകൂടി പഠിക്കുകയും അത് നമ്മൾ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ സംഭവം ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആഹാര നിദ്ര ഭയ മൈഥുനാനി സമാനി ചൈതാനി നൃണാം പശൂനാം ജ്ഞാനം നരാണാം അധികോ വിശേഷോ. എക്സ്ട്രാ എന്ന് പറയുന്നത് അറിവാണ്. നമുക്ക് ജ്ഞാനേഭിഹീന പശുഭി സമാന, അറിവില്ലാത്തവനൊക്കെ പശുവാണ്. ഇത് രണ്ടും ഈക്വലാണ്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം. മൈഥുനം സെക്സ് മനുഷ്യന്മാർക്കും മൃഗങ്ങൾക്കും തുല്യമാണ്. പക്ഷെ ജ്ഞാനം നരാണാമധികോ വിശേഷോ, മനുഷ്യന് നോളജ് വളരെ കൂടുതൽ, അത് കിട്ടുന്നവരാണ് മനുഷ്യനായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ മാൻ മേക്കിംഗ് എന്ന് പറയുന്നത് നോളജ് മേക്കിംഗ് ആണ്. എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ ഈ പറഞ്ഞ ശ്ലോകങ്ങളൊക്കെ, ഈ വിവേകാനന്ദ ഗുണം എന്താ വെച്ചാൽ ഇതൊക്കെ സംക്ഷീകരിച്ച് ഒരു കൊട്ടേഷനിലും കണ്ടടിക്കും. എൻ്റെ അടുത്ത സുഹൃത്തുണ്ട് ഹരിദ്വാറിൽ, എൻ്റെ ബുക്കിൻ്റെയൊക്കെ പ്രൂഫ് റീഡിംഗ് ഒക്കെ ചെയ്ത ഒരു എഡിറ്ററാണ്. നല്ല ഇംഗ്ലീഷിൽ പണ്ഡിത്തുള്ള PhD ചെയ്തിട്ടുള്ളത് സ്വാമി വിവേകാനന്ദന്റെ കൊട്ടേഷനെ കുറിച്ചാണ്.
ദ പോയറ്റിക്കൽ ആസ്പെക്ട്സ് ഇൻ ദ കൊട്ടേഷൻസ് ഓഫ് സ്വാമി വിവേകാനന്ദ. എങ്ങനെ എന്ത് രസകരമായിട്ടാണ് ഞങ്ങൾ കുറെ ഡിസ്കസ് ചെയ്യായിരുന്നു. സ്വാമി വിവേകാനന്ദ ഓരോ കോട്ടും എടുത്തിട്ട് എനിക്ക് നല്ല ത്രില്ലടിച്ചിട്ട് സ്വാമി വിവേകാനന്ദനെ ഇഷ്ടപ്പെട്ടുള്ള ഒരു കുറേ ക്ലാസ് എടുക്കുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെയാണ് പരിചയപ്പെട്ടത്. അപ്പൊ അതിനകത്ത് ഈ ഒരു കൊട്ടേഷൻ വളരെ രസകരമായിട്ടുള്ള എഡ്യൂക്കേഷൻ ഈസ് മാൻ മേക്കിംഗ് എന്നാണ്. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ശ്ലോകം ഇതാണെന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പൊ അങ്ങനെ ഓരോന്നിനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വിവേകാനന്ദ സ്വാമിയുടെ ഓരോ കൊട്ടേഷനും എടുത്തിട്ട് അത് നമ്മുടെ പുരാണ മണിപ്രവാളങ്ങളിലോ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഒക്കെ നമുക്ക് അതിന്റെ കുറേ പിന്നെ ശ്ലോകങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ തന്നെ പഠിച്ചാൽ തന്നെ എനിക്ക് തോന്നുന്നു ഭാരതീയ സംസ്കാരം പൂർണ്ണമായിട്ടും പഠിക്കാൻ പറ്റും. വലിയൊരു ഭാവിയാണ്. അപ്പോൾ മനുഷ്യന് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് ഏറ്റവും കൂടുതൽ. അതുണ്ടാവണം. എല്ലാ ക്ഷേത്രങ്ങളും വിദ്യകളുടെ ആലയങ്ങളായിരുന്നു. വിദ്യ ആലയം എന്ന് പറയുന്ന വാക്ക് തന്നെ ക്ഷേത്രങ്ങളുമായിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്നാണ് വിദ്യാലയം തുടങ്ങിയത്. അതല്ലാതെ നമ്മൾ അമ്പലം എന്നൊക്കെ പറയുന്നത് പോലല്ല പണ്ട്. ആലയങ്ങൾ എന്നാ പറയാം. ആ ആലയങ്ങളാണ് വിദ്യാലയങ്ങളുടെ തുടക്കമാണ് ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് നമ്മുടെ ഈ വാക്കുകളുണ്ടല്ലോ, പള്ളിവേട്ട, പള്ളിയുറക്കം, ഇതൊക്കെ നമ്മുടെ ഭഗവാന്മാർക്കുള്ള പേരാണ്. എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പ് ബാക്കി ആൾക്കാര് പള്ളിക്കൂടം എന്ന് പറഞ്ഞു തുടങ്ങുന്നത് വരെ ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയായിരുന്നു പള്ളിക്കൂടവും. കാരണം പള്ളി എന്നുള്ള വാക്ക് ഭാരതീയമായിട്ടുള്ള സങ്കല്പത്തിലുള്ളതാണ്. തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പള്ളി എന്ന് പറയുന്ന സമയത്ത് ചർച്ചാണെന്നും മുസ്ലിം മോസ്ക് ആണെന്നും ഒക്കെ ധരിക്കുന്നതിന് മുമ്പ് പള്ളി എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ട് എവിടെയാന്ന് നോക്കിയാൽ ഭാരതീയ ശാസ്ത്രത്തിലാണ്. ഭഗവാന്റെ പള്ളി ഉറക്കെന്നല്ലേ പറയാം, അല്ലേ? പള്ളി വേട്ട എന്ന് പറയില്ലേ? അപ്പൊ ഈ പള്ളി എന്നുള്ള വാക്ക് എങ്ങനെയാണ് ബാക്കി നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് പള്ളിക്കൂടം എന്ന വാക്കും വിദ്യാലയത്തിന്റെ ഒരു പര്യായമായി മാറിയത് എല്ലാ ക്ഷേത്രങ്ങളും പള്ളിക്കൂടമായതുകൊണ്ടാണ്. പഠിക്കാൻ വേണ്ടി വന്നു ചേരുന്ന ഒരു സ്ഥലമായിട്ടാണ് പള്ളിക്കൂടം എന്നുള്ള അർത്ഥം വന്നത്. വളരെ വ്യക്തമായിരുന്നു. അടുത്തത് ശ്ലോകം 40 സാഖ്യയോഗത്തിലെ ഭഗവത്ഗീത 2-ാം അധ്യായം സാഖ്യയോഗത്തിലെ 40-ാമത്തെ ശ്ലോകം. നേഹാഭിക്രമനാശോസ്തി പ്രത്യവായോ ന വിദ്യയേ സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാൻ. ത്രായതേ മഹതോ ഭയാത്. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രസകരമായിട്ടുള്ള ശ്ലോകം. സ്വൽപമൽപസ്യ ധർമ്മസ്യ. വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടതാണ്. സ്വൽപമൽപസ്യ ധർമ്മസ്യ. കർമ്മയോഗം പൂർണ്ണമായിട്ടും ഇവിടെ ധർമ്മത്തിന്റെ യോഗമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് അസ്യ ധർമ്മസ്യ സ്വൽപമപി, കുറച്ച് മാത്രം ചേർത്തിട്ടൊക്കെ ഈ ധർമ്മം നമ്മൾ കർമ്മയോഗത്തിന്റെ അല്പമായി ആചരണം ചെയ്താൽ പോലും നമുക്ക് എന്ത് കിട്ടും? മഹത ഭയാത്രായതേ. ഈ വലിയ ഭയങ്ങളെ ഇല്ലാതാക്കാൻ അല്പം ആചരണം മതി എന്നാണ്. സ്വല്പം ധർമ്മം നമ്മളിൽ ഉണ്ടെങ്കിൽ വലിയ ഭയങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിൽ ഇല്ലാണ്ട് പോകുന്നതാണ്. നല്ല ശ്ലോകം. സ്വല്പമൽപസ്യ ധർമ്മസ്യ ത്രായതേ. വിട്ടുപോകും നമ്മളിൽ നിന്ന്, നമ്മളെ എഫക്റ്റ് ചെയ്യില്ല. മഹതോ ഭയാത്, വലിയ ഭയങ്ങള് നമ്മളെ വിട്ടുപോകും. എപ്പോ? ചെറിയ തരത്തിൽ അല്പവല്പമായിട്ടൊക്കെ കർമ്മം നമ്മൾ നല്ല ധാർമ്മികമായ കർമ്മം ചെയ്യണം. എന്ന് വെച്ചാൽ സെൽഫിഷ് ആവരുത്, ബാക്കിയുള്ളവർക്ക് ചെയ്യണം. അപ്പൊ യുദ്ധം ചെയ്യുന്നത് നിനക്ക് രാജാവാനല്ല, നിനക്ക് ശ്രേയസ് കിട്ടാനല്ല, നിനക്ക് ഭൂമി കിട്ടാനല്ല, എനിക്ക് പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അല്ല. നേഹാഭിക്രമ നാശോ അസ്തി. ഈ ഒരു അവസ്ഥയിൽ, ഏത് ഇവിടെ ഈ കർമ്മയോഗം ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കൊന്നും നഷ്ടപ്പെടില്ല. ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അത് നിഷ്ഫലമായിട്ട് പോവില്ല. എന്റെ കർമ്മം നിഷ്ഫലമാകുമ്പോഴല്ലേ എനിക്ക് വിഷമമുള്ളൂ. അതങ്ങനെ പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം എന്താണ്? ധർമ്മം എന്ന് പറയുന്ന ഒരു ചെറിയൊരു ചേരുവ അതിനകത്തുണ്ട്. നമ്മൾ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ചായക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എപ്പോഴാണെന്നറിയോ? ചായയിൽ കുറച്ച് സ്നേഹവും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കണം. ആ സ്നേഹം ഉള്ളാണ്ട് ചായ ഉണ്ടാക്കുമ്പോഴാണ് അതിന് കുറെ കുറ്റങ്ങൾ പറയാം.
മനോരഞ്ജന രഞ്ജനയെങ്കിൽ ചാണോക്കുന്തി സംബന്ധി ഒരു നാടൻ സ്റ്റൈൽ ഉണ്ട്, കേട്ടിട്ടുണ്ടോ ലക്ഷ്മി? ഇതുവരെ സ്ഥിരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. സ്ഥിരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോ ഭർത്താവ് പറയാണ് അടുത്ത വീട്ടിലെ ചട്നിക്ക് എന്താ ടേസ്റ്റ് എന്ന് അറിയോ എന്ന് വെച്ചാൽ ഇപ്പൊ സ്ഥിരം അയാൾ അവിടെ പോയിട്ടും കഴിക്കാറുണ്ടെന്ന് അർത്ഥം, അറിയാണ്ട് പറഞ്ഞു പോയത്. അപ്പൊ ഒരു ദിവസം രാവിലെ ഭാര്യ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ചാണകം എടുത്തിട്ട് ചട്നി ആക്കിയിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് എവിടുന്നാ ചോദിച്ചു. അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചോണ്ട് വന്നു. എന്താ ടേസ്റ്റ് എന്നാണ്. അപ്പൊ ഭാര്യ ചെല്ലാണ്, മനോരഞ്ജന രഞ്ജനയെങ്കിൽ മനസ്സ് പിടിച്ചാൽ ചാണകവും ചട്നിയായിട്ട് തോന്നുന്നു. അപ്പോഴാണ് ഈ അബദ്ധം മനസ്സിലായത്. അപ്പൊ എപ്പോഴും ഈ ധർമ്മം എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത് കുറച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഓരോ വാക്കിനുള്ള മധുരമുണ്ടല്ലോ, ആ സ്നേഹം കുറയുമ്പോഴാണ് നമ്മൾ വാക്ക് ഉപയോഗിക്കുമ്പോൾ വല്ലാണ്ട് അശുദ്ധമായി പോകുന്നത്. ഇവിടെ അതുപോലെ തന്നെ കർമ്മം ചെയ്യുന്ന സമയത്ത് ധർമ്മം ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കർമ്മം അശുദ്ധമായിട്ട് പോകും. അതേ സമയത്ത് ആഡ് ചെയ്താലോ സ്വല്പം ആഡ് ചെയ്താൽ മതി, വലിയ കൂടുതലൊന്നും വേണ്ട. സ്വല്പം അല്പസ്യ ധർമ്മസ്യ, കുറച്ചൊന്ന് മേപ്പടിയായിട്ടൊന്ന് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തില് ത്രായതേ മഹതോ ഭയാത്. അതില്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആരെങ്കിലും പറയുമ്പോൾ അതിന് ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നു. കാരണം എന്റെ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഞാൻ പറഞ്ഞല്ലോ, ധർമ്മം എന്ന് പറയുന്നത് ഞാൻ എന്തിനായത് പറയുന്നതെന്നാണ്. എന്തിനാ പറയുന്നതെന്നാണ്. അങ്ങനെ എന്തിനായത് പറയുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഏതൊരു സിനിമയില് പിന്നെ ഇന്നസെന്റ് പറയുന്നത് ഇത് എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് എന്തിനാ പറയണേ, നമ്മളിപ്പോ എന്തിനാ ഇത് ഡിസ്കസ് ചെയ്യുന്നതാണ് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ചിലരിത് അങ്ങനെയല്ല കേൾക്കുക, എന്തിനാ ഇത് പറയണേ. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമായി, അതിന്റെ ഒബ്ജക്റ്റീവും മാറി സ്കോപ്പും മാറി. അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആ ഒരു ചെറിയൊരു പൊട്ട് ധർമ്മം കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. എന്ത് രസകരമായിട്ടുള്ളൊരു ആ ഏറ്റവും എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ അറിയേണ്ടത്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ കുറച്ചെങ്കിലും ധർമ്മം ചേർക്കും. ബാക്കിയുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ആവാം, ബാക്കിയുള്ളവർക്ക് വേണ്ടിയും കൂടി കുറച്ചങ്ങോട്ട് ചെയ്യാം. ധനം സമ്പാദിച്ചോളൂ, പക്ഷെ ഒരു പെർസെൻറ്റേജ് എങ്കിലും അത് ബാക്കിയുള്ളവർക്ക് കൂടി ഗുണം ചെയ്യുന്നത് ചെയ്താലേ നമ്മൾ എത്ര സമ്പാദിക്കുന്നതിലും കുഴപ്പമില്ല. നമ്മളൊക്കെ ഈ തെയ്യം വന്നിട്ട് നമ്മുടെ അടുത്ത് നെല്ലൊക്കെ കൊടുക്കും. ആ നെല്ലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കൊണ്ടുപോകുന്ന ആൾ അതിനകത്ത് ഒരു സ്വൽപ്പം എടുത്തിട്ട് തിരിച്ചു കിട്ടും. അത് ഭഗവാൻ ഏറ്റെടുത്തിട്ടാണ്. നമ്മളിപ്പം വഴിപാടായിട്ട് കൊടുക്കുന്നത് പ്രസാദം, പിന്നെ പാൽപ്പായസാന്ന് വിചാരിക്കുക. അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടല്ലേ ബാക്കി നമുക്ക് തരുള്ളൂ, അല്ലേ? ആ കുറച്ചെടുക്കുകയാണ് ഭഗവാൻ എടുക്കുന്നത്, ആ ധർമ്മം ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് നമുക്ക് തിരിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മൾ കൊടുത്തതല്ലേ. അതാണ് ആ ധർമ്മത്തിന്റെ പൊട്ട്. അതാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് നമുക്ക് കൊടുക്കാവുന്ന സല്യൂട്ടേഷൻസ് എന്ന് പറയുന്ന പോലെ, നമസ്കാരം എന്ന് പറയുന്ന പോലെ, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു വാക്കിലായാലും മതി, നോക്കിലായാലും മതി, ഒരു തൊട്ടെങ്കിലും അതുണ്ടാവണം. അതുണ്ടാവുമ്പോഴാണ് എന്ത് രസകരമായിരിക്കും അതിൻ്റെ ഒരു സുഖം. നമ്മളിപ്പോ ഒരാൾക്ക് ദാനം കൊടുക്കുന്നു, ധർമ്മം കൊടുക്കുന്നു, ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചാൽ പോരെ. അതുപോലും ഉണ്ടാവില്ല പലപ്പോഴും. ആ സെൽഫിഷ്നെസ് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അതിന് വലിയ ഗുണം ഉണ്ടാവുന്നു. ഇത് വലിയൊരു നല്ല ശ്ലോകം. നേഹാഭിക്രമനാശോ അസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. രസകരമായൊരു ശ്ലോകം. അതുകൊണ്ട് കർമ്മം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ ഭഗവാന്റെ ഉറപ്പ് നമുക്കുണ്ടാവും. എന്ത്? ഈ പ്രവൃത്തി തീരുമ്പോഴത്തേക്കും അത് നിഷ്ഫലമല്ലാതെ, കാരണം നമുക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. പരിപൂർണം തതസ്തുതേ, ഇതെല്ലാം അങ്ങയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഗുണമുണ്ടല്ലോ. ആ ഏത് ചെറിയ കർമ്മം പോലും വലിയ ഫലമുളവാക്കും, അതിന് വലിയ ഗുണമുണ്ടാവും. അതിനകത്ത് കുറച്ചൊരു ധർമ്മം ആഡ് ചെയ്താൽ. നല്ല ശ്ലോകം, 40ാമത്തെ ശ്ലോകം. അതാണ് ഞാൻ പറഞ്ഞത്, കർമ്മത്തിന്റെ ബെനിഫിറ്റുകളൊക്കെയാണ് ഇതിനകത്ത് അടിവരയിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ എല്ലാത്തിലും, നമ്മുടെ ചിന്തയിലും കർമ്മത്തിലും എല്ലാത്തിലും ധർമ്മത്തെ കൊണ്ടുവരുമ്പോൾ നമ്മള് വലുതായിട്ടുള്ള ഭയങ്ങളിൽ നിന്ന് പോലും മുക്തരാകുമെന്ന് ആണ് അങ്ങ് പറഞ്ഞത്. ഇത് ഓർമ്മിക്കാൻ എളുപ്പം, കാരണം 2ാമത്തെ അധ്യായത്തിൽ 47ാമത്തെ ശ്ലോകമാണ് കർമ്മത്തെ കുറിച്ച് ഏറ്റവും വലിയ ശ്ലോകം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു. അപ്പൊ 2ാമത്തെ അധ്യായത്തിൽ മിക്കവാറും ശ്ലോകങ്ങളുടെ 5-8 ശ്ലോകം
ഇൻട്രൊഡക്ഷൻ പോലെ പോയിട്ട് അവസാനം അങ്ങോട്ട് ഫയർ വർക്ക്സ് തുടങ്ങും. ആ ഒരുക്കങ്ങളാണ് അതിനു മുമ്പുള്ളത്. 47 എത്തുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അടിച്ചു കയറ്റി അങ്ങോട്ട് പീക്കിലെത്തും നമ്മൾ. അത് ഓർത്തു കഴിഞ്ഞാൽ ബാക്കി ശ്ലോകം വരുമ്പോഴേ നമുക്ക് പറയാം, ഓ ഇതെന്റെ ഇൻട്രൊഡക്ഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായാൽ മതി. വരാൻ പോകുന്ന സംഭവം മനസ്സിലായാൽ മതിയല്ലോ. 39 മുതൽ തുടങ്ങുകയായി അല്ലേ അതിനുള്ള ഒരു 39 ഇൻട്രൊഡക്ഷൻ, 40 കർമ്മത്തിലെത്തി, അതിന്റെ പീക്ക് എത്തുന്ന 47. വളരെ എളുപ്പമായി അത് മനസ്സിലാക്കി. എളുപ്പമാണ് ഓർക്കാൻ, അതുകൊണ്ടായിരിക്കും ഓർക്കാൻ പറ്റുന്നത്. നമ്മൾ ലോജിക്ക് ഉണ്ടാക്കിയാല് ഇതൊക്കെ ഓർക്കാൻ എളുപ്പം. ഇപ്പൊ ചിലപ്പോ വിചാരിക്കണ എങ്ങനെ ഇത് പറയണേ, ശ്ലോകം ഇപ്പൊ വായിച്ചിട്ട് ഒന്നുമല്ല, നമ്മുടെ മനസ്സിലുണ്ട്. 40 മുതൽ 47 വരെ, 47 പ്രധാന ശ്ലോകം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എളുപ്പം. അതാണ് ഒരു എഡ്യൂക്കേഷണലിസ്റ്റ് പഠിപ്പിക്കുന്നതിന്റെ ഒരു ഗുണം. അതാണ് ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ലോജിക്കാണ് എല്ലാത്തിനും വേണ്ടത് പഠനത്തിൽ. ഒരു സ്ട്രക്ചർ ഹാർഡ് വർക്ക് അല്ല, സ്മാർട്ട് വർക്ക്. അതെ, സ്മാർട്ട് വർക്ക് ഉണ്ടായാൽ എളുപ്പം പറ്റും. തീർച്ചയായിട്ടും. അടുത്തത് ഭഗവത്ഗീത 2-ാം അധ്യായം 41-ാമത്തെ ശ്ലോകം, സാഖ്യയോഗത്തിലെ വ്യവസായാത്മികാ ബുദ്ധി രേകേഹ കുരു നന്ദന ബഹുശാഖാഹ്യനന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. എല്ലാ കർമ്മവും ചെയ്യുമ്പോൾ ഒരു ബിസിനസ് മൈൻഡ് വേണം. എല്ലാത്തിനും ഒരു വ്യവസായം, ആ തോന്നലോട് കൂടി മാത്രം, ഒരു കോൺട്രാക്ച്വൽ അഗ്രിമെന്റ് പോലെ വേണം. ഒരു കുഴപ്പമില്ല എന്ന് പറയും. വ്യവസായാത്മിക ബുദ്ധി, എനിക്കും കിട്ടും നിങ്ങൾക്ക് എന്ത് കിട്ടും, അതാണല്ലോ വ്യവസായാത്മിക ബുദ്ധി. ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഇവിടെ. ഈ കർമ്മം ചെയ്യുന്ന സമയത്ത് അവസാനം പറയുന്നത് വെറുതെയൊക്കെയാന്നാണ്, ഒരു ഫലം ഉദ്ദേശിക്കരുതല്ല. പക്ഷെ എല്ലാ പ്രൊഡക്ഷനും, എല്ലാ കർമ്മം ചെയ്യുമ്പോഴും ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് അതിനകത്ത് ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുക. അത് വേണ്ടാന്ന് വെക്കുന്നത് നമുക്ക് വേണ്ടാന്നാണ് കേട്ടോ. അത് കൃത്യമായിട്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ്. അതിലിങ്ങനെ ബിൽഡപ്പാണ്. ആ ബുദ്ധി ഒരു ദൃഢമായ ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. എന്ത്? വ്യവസായാത്മിക ബുദ്ധി. പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ വളരെ ഫോക്കസ്ഡ് ആയിട്ട്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വളരെ ഫോക്കസ്ഡ് ആയിട്ട്, ഇന്റലിജന്റ് ആയിട്ട്, ഇന്റഗ്രേറ്റഡ് ആയിട്ട് എൻ്റെ എല്ലാ കഴിവുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെയൊക്കെ ഡെൻസിഫൈഡ് ആയിട്ട് സാന്ദ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാവുന്ന ഒരു ബുദ്ധിയാണ് വ്യവസായിക്ക് വേണ്ടത്. ആ ബുദ്ധിയാണ് നീ ചെയ്യുന്ന എല്ലാ കർമ്മത്തിനും വേണ്ടത്. എന്നുവെച്ചാൽ ഫോക്കസ്ഡ് ആവണം, അല്ലെങ്കിൽ വ്യവസായം പൂട്ടിപ്പോകും. അത് നല്ലപോലെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം. കോമ്പറ്റീഷൻ വേണം, നല്ലപോലെ എല്ലാ കഴിവുകളെയും 5M ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം എന്നാ പറയാം. മാൻ, മിഷൻ, മാർക്കറ്റ്, മണി ഒക്കെ വേണം, മാൻ പവർ ഒക്കെ വേണം. ആ എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് വേണം വ്യവസായാത്മിക ബുദ്ധി. അത് കൃത്യമായിട്ട് ഏകേഹ കുരു നന്ദന, ആ ഒറ്റ കാര്യം മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. വേറൊന്നും വേണ്ട. ഇത് ഓരോന്ന് പറയുമ്പോഴും ഇതാണ് വേണ്ടത്, ഇതാണ് പ്രാധാന്യം എന്ന് പറയുന്ന പോലെ ഈ ഒറ്റ കാര്യം നീ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞത് ധർമ്മം ആഡ് ചെയ്യണം എന്നൊക്കെ, ഇപ്പൊ അതല്ല പറയണത്. ഇത് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആണ്. ഏകേഹ കുരു നന്ദന, ആ ബുദ്ധി മാത്രം കൃത്യമായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കൂ, കുരുനന്ദന എന്നാണ് വിളിച്ചിരിക്കുന്നത്. ആ വിളിക്കുന്നതിന്റെ വാക്കുകൾക്ക് ഉപയോഗിക്കുന്ന ഓരോ ബന്ധം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞാൽ കുരുവിന്റെ നന്ദനാണ്. കാരണം ഈ കുരുവംശത്തിന്റെ കണ്ണിയാണ് നീ, രാജാവാണ്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു രാജാവിന്റെ കടമയാണ് ഫോക്കസ്ഡ് ആവുക എന്നുള്ളതാണ്. അത് പാർത്ഥനോട് പറഞ്ഞാലോ കുന്തിപുത്രനോട് പറഞ്ഞാലോ ഒന്നുമല്ല. ഭരതൻ എന്നൊക്കെ പറയുമ്പോൾ ആ താവഴിയിലേ പെടും. ഇത് അങ്ങനെയല്ല, അടുത്തത് നീയാണ് രാജാവാകാൻ പോട്ടെന്നുള്ള ഒരു ക്ലൂ കൊടുക്കുകയാണ്. ആ അവസ്ഥയിലാണ്. ബഹുശാഖ ഹൃനശ്ച, വ്യത്യസ്തമായ ബുദ്ധികളിൽ പല ശാഖകളും ഉണ്ട് നമുക്ക്. ഓരോ വ്യവസായിക്കും എന്തൊക്കെ ശാഖകളിൽ, എന്തൊക്കെ തരങ്ങളിൽ നമുക്ക് പിന്നെ അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു നല്ല പീക്കിലെത്തുന്ന സമയത്ത് ഒരു വ്യവസായി മൾട്ടിപ്പിൾ ഫോക്കസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നു. ആദ്യം എത്തുന്നത് ഒരു എംപ്ലോയി ആയിട്ട്, പിന്നെ ഓൺട്രപ്രനർ ആയിട്ട്, പിന്നെ ഒരു ബിസിനസ് ഓറിയന്റേഷൻ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഡൈവേഴ്സിഫൈ ചെയ്യണം, അപ്പോഴേ വളരാൻ പറ്റും. അപ്പൊ ഇവിടെ ബഹുശാഖ, വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിലേക്ക്, വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ പോയിന്റിലേക്കും എവിടെയൊക്കെ നമുക്ക് എയിം ചെയ്യാൻ പറ്റും അവിടെയൊക്കെ എയിം ചെയ്യാം. നല്ല ഫോക്കസ്ഡ് ആവണം, ഡൈവേഴ്സിഫിക്കേഷനും ആവശ്യമാണ്. എന്നിട്ടോ ഹൃനാന്തശ്ച, നമ്മുടെ എയിം കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഒരു പോയിന്റിൽ എത്തിച്ചുകൊണ്ട്
നമ്മൾ ചെയ്താൽ ബുദ്ധയോ, അത്തരം ബുദ്ധി ഉപയോഗിക്കുന്ന ഒരാൾക്ക്, ആർക്കാണോ ആ ബുദ്ധി ഉള്ളത്, ആ ബുദ്ധി എന്ത് ചെയ്യും? ഒരിക്കലും നമുക്ക് വിഷമിക്കാണ്ടിരിക്കുന്ന ആ ഒരു വ്യവസായിനാം, കുറേ ബ്രാഞ്ചുകൾ നമ്മുടെ കീഴില് എപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കും. ആ ബുദ്ധിയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത് ഇനിയും റിപ്പീറ്റ് ചെയ്ത് പറയും കേട്ടോ. ഇതേ ശ്ലോകം ഇനിയും എനിക്ക് തോന്നുന്നു 44 46 ഇവിടെ പറയുന്നത്. ഇതേ ശ്ലോകം പിന്നെയും പറയുന്നുണ്ട്. 44 ഉണ്ട്. വ്യവസായാത്മിക ബുദ്ധി സമാധൗന വിധീയതേ 44 അതെ 44. അതെ. അപ്പൊ ഈ 41 മുതൽ 44 വരെ ഇനിയിപ്പം വ്യവസായം. അത് തുടങ്ങുന്നത് വ്യവസായത്തിലാണെങ്കിൽ അവസാനിക്കുന്നതും വ്യവസായാത്മിക ബുദ്ധി. ഫോക്കസ്ഡ് ആവണം, വർക്ക് ചെയ്യണം, നല്ലപോലെ മനക്കെട്ടോളൂ, അതിന്റെ ഫലം നിനക്ക് കിട്ടും. ഒരു വ്യവസായിയുടെ മൂടോടുകൂടി കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എല്ലാവരും ഒരു ബിസിനസ് മൈൻഡഡ് തന്നെയാണ് അല്ലേ സർ? എല്ലാത്തിനും നമ്മളിപ്പോ സാധാരണ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ബിസിനസ് ഇയർ എന്നല്ലേ ചോദിക്കാം. വൈ ആർ യു ടോക്കിംഗ് എന്നുള്ളതിന് പകരം വാട്ട് ഈസ് ദ ബിസിനസ് യു. അതുപോലെ നമ്മൾ ഐ ആം ഡൂയിങ് മൈ ബിസിനസ്, യു ആർ ഡൂയിങ് യുവർ ബിസിനസ്, വൈ ആർ യു ഇന്റർഫിയറിംഗ്. അതൊരു വളരെ കോമൺ വാക്കാണ്. അപ്പൊ അതേ ആ വാക്കാണ് ഇവിടെയും. ബിസിനസ് എന്ന് പറയുന്നത് വ്യാപാരം എന്നുള്ള തരത്തിലോ ട്രേഡ് എന്നുള്ള തരത്തിലോ അല്ല കാണേണ്ടത്. ഞാൻ ചെയ്യുന്ന ഓരോ ജോലിയും എന്റെ ബിസിനസ്സാണ്. ഞാൻ ഇപ്പം വാട്ട് ഈസ് മൈ ബിസിനസ് ഹിയർ, I am making my explanations on, or maybe we are thinking together how to redefine Bhagavad Gita in our style എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് മൈ ബിസിനസ്. ഒരു തെറ്റായ വാക്കല്ല, അങ്ങനെയാണ് കാണുന്നത്. ഇനി 42 മുതൽ 44 ഒരു ഒറ്റയടിക്ക് വായിക്കാം. ഒറ്റ ശ്ലോകമാണ് ശരിക്കും. വ്യവസായം അതോടെ തീരും. പിന്നെ ഗുണങ്ങളാ പറയാം. 43 44 ഒന്നിച്ച് വായിക്കാം. 42 43 44 അല്ലേ? 42 കഴിഞ്ഞു. ഇപ്പൊ വായിച്ചു അല്ല 41 ആണ് കഴിഞ്ഞത്. അതെ 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 അതെ. അപ്പൊ 42 43 മൂന്നെണ്ണം കൂടി വായിക്കാം. അതെ, ചൊല്ലാം. ഭഗവത്ഗീത 2-ാം അധ്യായം സംഖ്യയോഗത്തിലെ 42, 43, 44 ഒന്നിച്ചാണ്. യാമിമാം പുഷ്പിതാം വാചം പ്രപദ്യന്ത വിപശ്ചിതം വേദവാതരതോ പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാനഃ സർഗപരാ ജന്മ കർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധി സമാധൗന വിധീയതേ. ഒരു കർമ്മിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോവാനുള്ള ഒരു അവസ്ഥയാണ്. ആ കർമ്മി എന്ന് പറയുന്ന ആരും ആവാം. ഇപ്പൊ നമ്മൾ വേദം കർമ്മങ്ങൾ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു റിച്വൽ ചെയ്യാണ്, ഒരു സാക്രിഫൈസ് ചെയ്യാണ്, ഒരു എന്താണോ നമ്മൾ ചെയ്യുന്നത്, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സന്തോഷവും സമാധാനവും ഒരു മാനസിക അവസ്ഥയും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സാത്വികമായ മതി. അപ്പൊ അത് ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും ഒരു പുരോഹിതൻ, ഒരു പൂജാരി തന്ത്രകർമ്മം ചെയ്യുന്നത് ഏത് തരത്തിലാണോ അതേ അവസ്ഥയിലേക്ക് നമുക്കിതിനെ നോക്കിക്കാണാൻ പറ്റും. ആ അവസ്ഥയിലേക്കാവണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അത് എന്ത് കർമ്മമായാലും ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ് എന്നുള്ളത്. ഇവിടെ പാർത്ഥ എന്നാ വിളിക്കുന്നത്. പാർത്ഥ ഏതാണ്? വേദവാദരത. വേദത്തിന്റെ ഒരു താല്പര്യം എന്താണോ അതാണ് ഞാൻ ഈ ഒരു പൂജാരിയുടെ ഒക്കെ പറയാൻ കാരണം. വേദത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു റിച്വലിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഏതാണോ അന്യത്ന അസ്ഥി, അതിലപ്പുറം വേറെ ഒന്നും ഉണ്ടാവില്ല. ഇതി വാദന. അതിന് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് കൃത്യമായിട്ടും ഒരു കർമ്മിക്ക് ഏകാഗ്രത ബുദ്ധിയോട് ചെയ്താൽ കാമാത്മന സ്വർഗപര. ആ കർമ്മം എങ്ങനെയായിട്ട് മാറും? സ്വർഗവ്യാപ്തി കിട്ടുന്നത് പോലെ ഏറ്റവും നല്ല ഹാപ്പിനെസ്സോട് കൂടി സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റും. നമ്മുടെ എത്ര കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നു അതാണ് നമ്മുടെ പാഷൻ. ആ വാക്ക് തന്നെ പാഷൻ എന്നാണ്. ആ പാഷൻ എന്ന് പറഞ്ഞാൽ എൻജോയ്മെന്റ് ആണ്. ആ കൃത്യമായിട്ട് നമ്മൾ സന്തോഷത്തോടു കൂടി വ്യാപരിച്ചു കൊണ്ട് ചെയ്താൽ, ഞാൻ എങ്ങനെ വ്യാപരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ് എന്റെ സന്തോഷം നിലനിൽക്കുക. ഞാൻ എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ
പിന്നെ അതിനൊരു യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഭോഗൈശ്വര്യ ഗതിം പ്രതി, ആ ഞാൻ കൺസ്യൂം ചെയ്യുമ്പോൾ, ആ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് ഓരോ പ്രതിം ഗതി, ഓരോരോ അംശത്തിലും ഗതിം പ്രതി, ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ഉണ്ടാവും അതിന്? ജന്മകർമ്മ ഫലപ്രദാം. അത് ഏറ്റവും കൂടുതൽ ഇതിനായിട്ട് ഇന്ന് തീരുമ്പോ നാളെയും കൂടി ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോവല്ലോ, അതാണ് ഈ ജന്മകർമ്മ ഫലം. ഇന്നത്തെ ജന്മം കഴിഞ്ഞു, നാളെയും കൂടി ഇതും കൂടി വേണം, ഇതും കൂടി വേണം തോന്നുമല്ലോ ഒരാൾക്ക്. നമ്മളൊരു പുസ്തകം വായിക്കാന്നിരിക്കാം, ഇത് ഉറങ്ങുമ്പോഴും നമുക്ക് ക്ഷമയില്ല, നാളെ ഇത് തുടരാൻ പോവാണെന്നുള്ളൊരു ആർത്തിയാണ്. ആ ചെയ്യുന്ന കർമ്മത്തിലൂടെയുള്ള താല്പര്യം കൊണ്ടാണ് നമുക്ക് ഉറക്കം പോലും വരാണ്ട് പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നത്. ആ ക്രിയാ വിശേഷ ബഹുലാം, ആ കർമ്മത്തിന് വിശേഷമായിട്ടുള്ള കുറേ തലങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വിശേഷ ബഹുലാം, പലതരം ക്രിയകള്, പലതരം കർമ്മങ്ങൾക്കും ഈ ഒരു ഇതേ ഹാപ്പിനെസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. യാം ഇമാം പുഷ്പതാം, അത് പുഷ്പതുല്യമാണ്, വളരെ സരളവും ലളിതവും എളുപ്പവും സ്മെല്ലും. കർമ്മം ചെയ്യുന്ന സമയത്ത്, ചായ ഉണ്ടാക്കുന്ന സമയത്ത് എന്താ സുഖം എന്ന് പറയണം. അതല്ലാതെ ദുഷ്ട നിനക്ക് ഉണ്ടാക്കി തരണ്ട, ഗതി എനിക്ക് വന്നല്ലോ എന്ന് പറഞ്ഞാലോ ആ കർമ്മം വിഫലമാവുകയും. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടത്. അതാണ് നമ്മൾ പറയാറ്, വെൽക്കം ഈസ് ദ സോഴ്സ് ടു മീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോവർബ്. ആ കൊടുക്കുന്ന സമയത്തുള്ള സന്തോഷം ഉണ്ടല്ലോ, കർമ്മം ചെയ്യുന്ന സമയത്തുള്ള സന്തോഷമാണ് വേണ്ടത്. അത് എങ്ങനെ വേണം? വാചം പ്രവദന്തി, ആ വാക്ക് പറയുന്ന സമയത്ത് പോലും ഫലമില്ലാതെ പോവില്ല. ആ പറയുന്ന വാക്ക് പറയുന്ന വിധം ഭോഗൈശ്വര്യ പ്രസക്താനാം, അത് അമിതമായിട്ട് ആസക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കർമ്മം പോലെ ആവരുന്നതാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു മിതത്വമൊക്കെ വേണം. ഭോഗൈശ്വര്യ ഗതിം പ്രതി എന്നാണ്. പക്ഷെ അത് ഭോഗൈശ്വര്യ പ്രസക്താനാം, എത്ര പ്രസക്തമാണോ അത്രയാ പാടുള്ളൂ. ആ രണ്ടാമത്തെ സ്റ്റാൻസിൽ ലാസ്റ്റ് പറഞ്ഞത് ഭോഗൈശ്വര്യ ഗതിം പ്രതി എന്നാണ്. ബാലൻസ്ഡ് എന്നാണോ ബാലൻസ്ഡ് എന്നാണോ ഇവിടെ അർത്ഥമാക്കേണ്ടത്? ബാലൻസ്ഡ് ആവണം. അത് ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ അത് ക്രമത്തിലൊക്കെ അങ്ങോട്ട് ഉണ്ടാവണം. ഭോഗൈശ്വര്യ പ്രസക്താന, എത്ര പ്രസക്തി, ആ പ്രസക്തി എന്നുള്ള വാക്കിനതാണ്. അപ്രസക്തമാവരുത്. ഇപ്പൊ പ്രസംഗമൊക്കെ കൊള്ളാം, പക്ഷെ അധിക പ്രസംഗമായാലോ അത് അധിക പ്രസംഗമാവും. അധികം പ്രസംഗിച്ച അധിക പ്രസംഗം, അതും പാടില്ല എന്നാണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ഉപയോഗിക്കണം എന്നാണ്. ആ ഒരവസ്ഥയിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഫോക്കസ്ഡ് ആവും. കർമ്മിക് ചെയ്യുന്ന ക്രമത്തിന് കൃത്യമായിട്ട് നിശ്ചയമായിട്ടുള്ളൊരു നിശ്ചയ ദൃഢതയോടുകൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരുന്നതാണ്. അറിയാതെ ചെയ്തു പോകുന്നു നമ്മൾ പറയാറുണ്ട്, പക്ഷെ അറിയാതെ അല്ല ചെയ്യുന്നത്. ഇവിടെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാണ്. എന്തറിഞ്ഞുകൊണ്ട് ചെയ്യണം? ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുള്ള തോന്നലുണ്ടാവും. അറിയാതെ ചിലപ്പോൾ ചെയ്താൽ അവനവന് വേണ്ടിയിട്ട് അങ്ങ് എടുക്കും. ചിലർ അറിയാതെ കഴിച്ചു പോകും. നമ്മളൊരു ഗസ്റ്റിന് വേണ്ടിയിട്ട് സാധനങ്ങൾ കൊണ്ട് അവിടെ വെച്ചത്, അത് ഫുള്ള് നമ്മൾ എടുത്തു തന്നു, അറിയാതെ അങ്ങോട്ട് കഴിച്ചു പോയതാണ്. ഗസ്റ്റ് ഇങ്ങനെ നോക്കിയിരിക്കണ്ടേ, ഇത് ആർക്ക് വേണ്ടിയിട്ടോ തന്നതാവും അവസ്ഥയിലാണ്. നല്ലൊരു അഡ്വർടൈസ്മെന്റ് ഇല്ലേ, ഈ രണ്ടുപേരും അടുത്തിരിക്കുന്നുണ്ട് എയർപോർട്ടിൽ, അപ്പൊ ഒരു ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് പാക്കറ്റ് വെച്ചിട്ട് അതിങ്ങനെ എടുത്തു തന്നെ. അപ്പൊ മറ്റേ ആളിങ്ങനെ നോക്കുന്നുണ്ട്, ഇയാളെന്താ എന്റെ നിന്ന്, ഇയാൾക്ക് ഓർമ്മയില്ല ഇയാളുടെ അല്ലാന്ന്, മറ്റവരുതാ എടുത്ത് കഴിക്കണത്. അത് ആ ചില ആസക്തി അധികമാകുമ്പോഴുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് എല്ലാത്തിനും ഒരു ക്രമം വേണം. ആ ക്രമം ഇല്ലാതിരിക്കുമ്പോഴാണ് അക്രമമായിട്ട് മാറുക. സമധവും വ്യവസായാത്മിക, ഏകാഗ്രതയോടുകൂടി ചെയ്യണം, ശ്രദ്ധയോടുകൂടി വേണം, മനസ്സ് വേണം, ബുദ്ധി വേണം. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിന് ബുദ്ധിയുടെ പ്രസക്തി വരുന്നത്. ഇത് ബാക്കി യോഗങ്ങളിലല്ല പറയുന്നത്. ഭക്തി യോഗത്തിലാണെങ്കിൽ ചിലപ്പം ഭക്തി മാത്രം മതി എന്ന് പറയും. ഇവിടെ പക്ഷേ സംഖ്യായോഗത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ആ യോഗത്തിൽ പറയുന്ന സമയത്ത് അതിനാണ് ഒരു ഇന്റൻസിറ്റി കൂടുതൽ കൊടുക്കാനർത്ഥം. സമധൗന വിധീയതേ, അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു സമബുദ്ധിയോടുകൂടി. അതല്ലാതെ നമുക്ക് എന്തുണ്ടാവില്ല? ദൃഢസ്വരൂപനായിട്ടുള്ള ഒരു ബുദ്ധി നമ്മളിൽ ഇല്ലാതെ പോകും. ഏകാഗ്രതയിൽ നിശ്ചയമായി ഒരു സ്വരൂപത്തെ നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ, ആ ഏകാഗ്രതയോടുകൂടി കർമ്മം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ബുദ്ധി ഉണ്ടാവുകയില്ല. ആ ബുദ്ധി ഇല്ലാത്തതെന്ന് പറയും. അതുകൊണ്ട് അത് കൃത്യമായിട്ട് വിധീയതേ, വിധിപ്രകാരം വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ നടത്തുക. അപ്പൊ ഈ 47ലേക്കുള്ള പോക്കാന്ന് ആലോചിച്ച് നോക്കണേ. ഇനി 45, 46 കൂടി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടി കനം വരും അതിനകത്ത്. 45 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകം, അടുത്ത ശ്ലോകം. അതായത് ഓർഗനൈസ്ഡ് ആയിരിക്കണം, ഫോക്കസ്ഡ് ആയിരിക്കണം, ബാലൻസ്ഡ് ആയിരിക്കണം, അല്ലെ? എല്ലാം അളന്നു നോക്കി ചിന്തിച്ച് വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നടത്താൻ ബുദ്ധി ഉപയോഗിച്ചിട്ടെന്നാണ്
ഈ അപ്പോഴേ 44 നമുക്ക് ബുദ്ധിയും സ്വർഗ പ്രാപ്തി എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം ഉണ്ട്, വരുന്നത്. അതിലേക്കൊക്കെ എത്താൻ സാധിക്കും. സന്തോഷം എന്നുള്ള അർത്ഥം. തീർച്ചയായിട്ടും ഇനിയിപ്പോ വളരെ ഗുണത്രയ മനോഹരം. വിഭാഗ യോഗത്തിലൊക്കെ ഈ ഭാഗങ്ങള് പറഞ്ഞു തുടങ്ങും. ഏതൊരാൾക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, നഷ്ടപ്പെട്ട എന്താ കാരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത് പറയുന്നത്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളത്, എല്ലാ വ്യക്തികൾക്കും ഇത് സാധ്യമല്ലേ ടിപ്പേശ്ജി? നമുക്ക് എല്ലാം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഓരോ ലെവൽ അനുസരിച്ചിട്ട് അവർക്ക് പറ്റുന്നതാണ്. കുട്ടികൾക്ക് ഒരു അമ്മയെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് അമ്മയുടെ ആ ലെവലിൽ സ്നേഹിക്കാൻ പറ്റും. നമ്മൾ കൗമാരപ്രായത്തിൽ അമ്മയെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കൗമാരപ്രായത്തിൽ അങ്ങനെ സ്നേഹിക്കാൻ പറ്റും. ഇപ്പൊ ചെറിയ പ്രായത്തില് പിന്നെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന കുട്ടി എങ്ങനെ അമ്മയെ സ്നേഹിക്കുക? അമ്മ കൈവെക്കുന്ന സമയത്ത് ഒരു ചവിട്ട് കൊടുക്കുന്നതാണ് സ്നേഹം. അത് കഴിഞ്ഞ് പിന്നെ കുറെ കാലം കഴിയുമ്പം അമ്മയോട് പോകുന്ന സമയത്ത് നമ്മള് പിന്നെ മുട്ടടിക്കുന്നതായിരിക്കും നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. ഓരോ പ്രായത്തിലും അതിനനുസരിച്ചിട്ടുള്ള സ്നേഹങ്ങൾക്ക് വ്യത്യാസമുള്ളത് പോലെ തന്നെ പഠനത്തിലും അറിവിലും നമുക്ക് ചെയ്യുന്ന കർമ്മങ്ങൾ ഇതൊക്കെ പ്രാധാന്യം നമ്മൾ എത്ര ചെയ്യുന്നു എന്നുള്ളതല്ല, എന്റെ മാക്സിമം ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എന്റെ മാക്സിമം ആവില്ല വേറൊരാളുടെ മാക്സിമം. ഇത് അൺകമ്പയറബിൾ ആണ്. ഞാൻ എന്റെ ഒരു ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന പുസ്തകത്തിൽ പറഞ്ഞു, സ്പിരിച്വാലിറ്റി ക്യാൻ നെവർ ബി മെഷേർഡ് ആൻഡ് കമ്പയർഡ്. അപ്പൊ എന്റെ സ്പിരിച്വാലിറ്റി വേറൊരാളുടെ എന്റെ ആത്മീയത എന്ന് പറയുന്ന വേറൊരാളുടെ ആത്മീയതയായിട്ട് തുലനം ചെയ്തിട്ട് ഇതാണോ മുകളിൽ ഇതാണോ താഴെ. പലരും എനിക്ക് കുറെ മെസ്സേജുകൾ വരും, ഈ സ്വാമിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എനിക്കൊരു അഭിപ്രായം. ആ സ്വാമിയെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുന്നതിനാ, ഇയാൾക്ക് അതാണ് ഇഷ്ടം. ഇപ്പൊ ഓംലെറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ ഓം ലെറ്റ് എന്നാണ്. അതുകൊണ്ട് നല്ല ഏറ്റവും നല്ല മന്ത്രാണ് ഓംലെറ്റ് അടിച്ചോളാം എപ്പോഴും, ലെറ്റ് ഇറ്റ് ബി ഓം എന്നാണ് ഓംലെറ്റ്. നമുക്ക് എന്തിനാ അതിനോട് എതിർപ്പ്? അത് നിങ്ങൾ ഏത് പ്രായത്തിൽ കഴിക്കണം, ഓംലെറ്റ് ആയിട്ട് കഴിക്കണോ ചിക്കൻ? അപ്പൊ ഓംലെറ്റ് നല്ലതാന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം അവർ ചോദിക്കുന്നത് എനിക്ക് ഉറപ്പാണ്, അപ്പൊ പിന്നെ ചിക്കൻ എന്താ കുഴപ്പം? അപ്പോ ഓരോരാൾക്കും ഏത് പ്രായത്തിലാണ് എന്താണ് വേണ്ടത് അവനവന്റെ ഇഷ്ടമാണ്. ആർക്കും നേടാം. അതുകൊണ്ട് അവര് നേടുന്നത് അവരുടെ താല്പര്യം, ഇവര് നേടുന്നത്. ഇപ്പൊ എല്ലാവരും ചിലര് പ്രൊഡ്യൂസേഴ്സ് ആണ്. നമ്മളിപ്പോ ഒരു കമ്പനിയാ വർക്ക് ചെയ്യുന്നതായിരിക്കും, ചിലര് പ്രൊഡ്യൂസേഴ്സ് ആണ്. അവര് യഥാർത്ഥമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഒരു സാധനം ഉണ്ടാക്കുന്നവരാണ്. ചിലര് അതിന്റെ മാർക്കറ്റിംഗ് പീപ്പിൾ ആണ്. അപ്പൊ അവർക്ക് പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ അവര് ഇതിനെ പല ഭാഷകളിലും പല മീഡിയത്തിലും അവിടെ ഇവിടെയൊക്കെ എത്തിക്കും. മാർക്കറ്റിംഗ് ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താ കാര്യം? അപ്പൊ കുറെ മാർക്കറ്റിംഗ് ആളുള്ളത് കൊണ്ടാണ് ചിലപ്പോൾ നിലനിന്നിട്ടുണ്ടാവും. അർത്ഥമറിയാതെ ചൊല്ലുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. അർത്ഥമറിയാതെ കുറെ പേര് ചൊല്ലിയത് കൊണ്ടാണ് ഇന്നത് കേൾക്കാൻ പറ്റുന്നത് നമുക്ക്. അതുകൊണ്ടാണ് ഇതിന്റെ അർത്ഥം എനിക്ക് ആലോചിക്കാൻ പറ്റിയത്. അവരാരും അർത്ഥം അറിഞ്ഞിട്ടേ ചൊല്ലുള്ളൂ എന്നൊരു വാശി പിടിച്ചിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ പല ശ്ലോകങ്ങളും ഇതിനകം തന്നെ നശിച്ചിട്ടുണ്ടാവുമായിരുന്നു. അർത്ഥമറിയാതെ കുറെ ചൊല്ലിയതുകൊണ്ടാണ്. ഒരു ചെറിയ കുട്ടി ടിങ്കിൾ ടിങ്കിൾ എന്ന് പാടുമ്പോൾ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ടാണോ പാടുന്നത്? അല്ല. ഭഗവത്ഗീത കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുന്നു, അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല ചൊല്ലുന്നത്. പക്ഷെ അത് പഠിച്ചത് കൊണ്ട് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഏത് രൂപത്തിൽ എവിടെ എപ്പോ ആര് എങ്ങനെ അവനവന്റെ കഴിവനുസരിച്ച്, പക്ഷെ അവനവന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു എഫേർട്ട് അതിനകത്ത് ഉണ്ടായാൽ നന്നായി എന്നേ പറയാൻ പറ്റൂ. അതുകൊണ്ട് തെറ്റില്ല. തെറ്റ് ചൊല്ലിയാലും തെറ്റില്ല, ചെല്ലാണ്ടിരിക്കുന്നതും തെറ്റില്ല. ചെല്ലുന്നൊരു കാലം വരുന്നത് നന്നായി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. എല്ലാവർക്കും ഇത് വേണമെന്നില്ല. തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് 44 വരെയുള്ള ശ്ലോകങ്ങൾ വിശദമാക്കി കഴിഞ്ഞു. അടുത്തത് 45-ാമത്തെ ശ്ലോകമാണ്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം സാഖ്യയുഗത്തിലെ 45-ാമത്തെ ശ്ലോകം. ത്രൈഗുണ്യ വിഷയാ വേദ നിസ്ത്രൈഗുണ്യാ ഭവാർജുന നിർദ്വന്ദ്വാ നിത്യസത്വസ്ഥാ സത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. നിർദ്വന്ദ്വോ നിത്യ സത്വസ്ഥ. ഒരാള് സുഖം ദുഃഖം എന്ന് പറയുന്ന രണ്ട് ദ്വന്ദ്ങ്ങളാണ്. അതില്ലാത്തൊരവസ്ഥ. നിർദ്വന്ദ്വോ, സുഖമില്ല ദുഃഖമില്ല എന്നുള്ള ഒരവസ്ഥ. ആ ദ്വന്ദ്ങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്ഥിതി ചെയ്യുന്ന ഒരാളായിട്ട്, സത്വസ്ഥനായിട്ട്, നിർയോഗ, ഒരു കാര്യങ്ങളെക്കുറിച്ചും യോഗങ്ങളെക്കുറിച്ചും ക്ഷേമങ്ങളെക്കുറിച്ചും ഒരു താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് കാശ് തരാം, വേണ്ട. പ്രശസ്തി തരാം, വേണ്ട. കുറെ വിജ്ഞാനം തരാം, അതും വേണ്ട എനിക്ക്. ആ ഒരു അവസ്ഥയാണ് നിർയോഗം. ഒന്നും എനിക്ക് വേണ്ട. ഒരു കാര്യങ്ങളിലും യോഗക്ഷേമങ്ങളിൽ ഒന്നിലും ഒരു അവസ്ഥയുമില്ലാത്ത ആ നിർയോഗ ക്ഷേമ ആത്മവാൻ. അങ്ങനെ എത്തുന്ന ഒരു ആത്മനിഷ്ഠയിലെത്തുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ,
ആ അവസ്ഥയിലേക്കൊക്കെ നമുക്ക് പോവാൻ പറ്റും. ഇതൊക്കെ പോസിബിൾ ആ എല്ലാവർക്കും. പക്ഷെ എന്താ പ്രശ്നം? അർജുന, ഇവിടെ അർജുന എന്നാ വിളിക്കുന്നത്. ഹേ അർജുന, ഭാവാർജുന, രണ്ടാമത്തെ ലൈനിൽ ലാസ്റ്റ് അർജുന. നമ്മൾ ഓരോ ശ്ലോകം ചെല്ലുമ്പോഴും ആദ്യം എവിടെയാണ് കൃഷ്ണൻ എങ്ങനെ അഡ്രസ് ചെയ്യുന്നത് നോക്കിയിട്ട് വേണം നോക്കാൻ. അപ്പൊ കുറച്ച് സീരിയസ് ആണോ, കുറച്ച് ഏത് ലെവലിലൊക്കെയാണ് സംസാരിക്കുന്നത് മനസ്സിലാവും. ത്രൈഗുണ്യ വിഷയാ വേദാഹ, 3 തരത്തിൽ നമുക്ക് ഇതിനെയൊക്കെ സത്വരജ തമോ ഗുണങ്ങൾ സംബന്ധിച്ചിട്ട് നമുക്ക് വേദങ്ങളുടെ പറഞ്ഞിട്ടുള്ളത് പോലെ ആ ത്രിഗുണങ്ങൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും എവിടെ എന്ത് സ്ഥിതി ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അതിൽ സാധിക്കുന്ന ഒരാൾക്ക് നിസ്ത്രൈഗുണ്യോ ഭവാർജുന, ഈ അറിയുന്ന സമയത്ത് ഒരു ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമല്ലോ. ഇതൊക്കെ പഠിച്ച് അറിഞ്ഞ് ആ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഏതവസ്ഥയിൽ വരും? ലാസ്റ്റ് പറഞ്ഞ 2 ലൈനിലുള്ള പോലെ ഒന്നും വേണ്ട എന്നുള്ള, കാമത്തിന് ഒന്നും പ്രസക്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആത്മാവിഷ്കാരം സ്വന്തം ഉണ്ടായി, പിന്നെ സെൽഫ് റിയലൈസേഷൻ എന്നൊക്കെ പറയുന്ന വാക്കുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. സർവേഷു വേദേഷു എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് വരും. ആ അവസ്ഥയിലേക്ക് എത്താനുള്ള ഒരു ഗുണം നമ്മളിലൊക്കെ ഉണ്ടാവും. ഒരു ആത്മനിഷ്ഠയാണ് ഇവിടെയൊക്കെ വേണ്ടത്. ആത്മനിഷ്ഠ ഉണ്ടാവുന്ന സമയത്ത് ബാക്കിയുള്ള ചെറിയ ഈ സത്വരജോ തമോ ഗുണങ്ങളുടെ ഒന്നും സംബന്ധിയായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ത്രൈഗുണങ്ങളുള്ള ഈ പ്രശ്നങ്ങളൊന്നും എന്റെ സത്വത്തില്, എന്റെ അവസ്ഥയില്, എന്റെ സ്ഥിതിയില്, എന്റെ യോഗക്ഷേമങ്ങളില് ഞാൻ ഗണിക്കുകയില്ലാത്ത ഒരു ആത്മനിഷ്ഠയുള്ള വ്യക്തിയായിട്ട് എനിക്ക് എന്നെ മാറ്റാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് പറ്റും? ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ സത്വഗുണമുള്ളതാണോ രജോ ഗുണമുള്ളതാണോ തമോ ഗുണമുള്ളതാണോ എന്ന് നീ ആലോചിക്കരുത് എന്നാണ് ഇതിൽ വ്യംഗ്യാർത്ഥം. അന്ന് നീ പേടിക്കേണ്ടത്, നീ രജോ ഗുണമുള്ള കർമ്മമാണ് ചെയ്യുന്നത്, സത്വഗുണമുള്ള അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതവിടെ കർമ്മം ചെയ്യുക, അതിനകത്ത് കുറച്ച് ധർമ്മം ഉണ്ടാവുക. അപ്പൊ ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ കുറച്ച് രജോ ഗുണമുള്ളതൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല മോനെ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. കാരണം തിരിച്ചു വല്ല ചോദ്യം ചോദിച്ചാൽ അതിനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെയാണ് ഭഗവാൻ. ആദ്യത്തെ ചാപ്റ്റർ ഫുൾ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തല്ലോ, ആവശ്യമുള്ളതൊക്കെ പറയാം. അപ്പൊ ഇവിടെ പറയാനുള്ളത് ഫുൾ അങ്ങോട്ട് പറയാം, ഗ്യാപ്പ് കൊടുക്കാണ്ട് പറയാം. ഇനി 46 നമുക്ക് ഇന്ന് 45 വരെ നിർത്താം. കുറച്ച് ചോദ്യങ്ങളും കൂടി ഉണ്ട്, അതുകൊണ്ടാണ്. സന്തോഷം. ശരി.